ജനകീയ സർക്കാരിനെക്കുറിച്ചുള്ള ജനങ്ങളുടെ പ്രതീക്ഷയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോതമംഗലത്ത് പറഞ്ഞു. കോതമംഗലം എം.എൽ.എ. ഷിബു തെക്കുംപുറത്തിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ഷിബു തെക്കുംപുറം എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. കോതമംഗലത്തിന്റെ സുവർണ കാലഘട്ടത്തിലേക്കുള്ള ഒരു തുടക്കമാകും പുതിയ എം.എൽ.എ. ഓഫീസിന്റെ ആരംഭം എന്ന് അദ്ദേഹം പറഞ്ഞു. ഡീൻ കുര്യാക്കോസ് എം.പി. ആമുഖ പ്രഭാഷണം നടത്തി. നാടിന്റെ വികസന ആവശ്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനോടൊപ്പം ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായി കൂടി എം.എൽ.എ. ഓഫീസ് മാറണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. കോതമംഗലം എം.എൽ.എ. ഷിബു തെക്കുംപുറത്തിന്റെ പുതിയ എം.എൽ.എ. ഓഫീസ് മലയൻകീഴ് ബൈപ്പാസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണ എം.എൽ.എ. ഓഫീസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ രണ്ടാം ഭവനമായിട്ടാണ് കണക്കാക്കുന്നത്. ഒന്ന് താമസിക്കുന്ന വീട്, രണ്ടാമത്തത് ജനങ്ങൾക്ക് നമ്മൾ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നതുള്ള ഫെലിസിറ്റേഷൻ സെൻ്ററായിട്ട് പ്രവർത്തിക്കുന്ന എം.എൽ.എ. ഓഫീസ്. എനിക്ക് തോന്നുന്നത് ശ്രീ ഷിബു തെക്കുംപുറം ചെയ്തതുപോലെ ഇതുപോലൊരു ഓഫീസ് കേരളത്തിലെ 140 നിയോജകമണ്ഡലത്തിൽ ഒരിടത്തും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ജനകീയ സർക്കാരിനെക്കുറിച്ചുള്ള ജനങ്ങളുടെ പ്രതീക്ഷയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും കേരളം പഴയ രീതിയിലേക്ക് ഇനിയും പോയാൽ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏറ്റവും നൂതനമായ സംവിധാനങ്ങളോടെ കോതമംഗലത്തെ എം.എൽ.എ. ഓഫീസ് സജ്ജീകരിക്കാൻ കഴിഞ്ഞത് ശ്രദ്ധേയമാണെന്ന് സ്പീക്കർ പറഞ്ഞു. ജനങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കി അവയ്ക്ക് പരിഹാരം കാണാൻ കഴിയുന്ന ജനകീയ സംവിധാനമായി ഓഫീസ് പ്രവർത്തിക്കണം. വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതോടൊപ്പം സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും ഓഫീസ് മുൻനിരയിൽ ഉണ്ടാകണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് എം.പി. മുഖ്യപ്രഭാഷണം നടത്തി. ജനങ്ങളുമായി കൂടുതൽ അടുത്ത് ഇടപഴകുന്ന തരത്തിൽ എം.എൽ.എ. ഓഫീസ് പ്രവർത്തിക്കണമെന്നും മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഓഫീസ് കൂടുതൽ ശക്തമായ ഏകോപന കേന്ദ്രമായി മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്ന ജനകീയ ഓഫീസായി എം.എൽ.എ. ഓഫീസിനെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് ഷിബു തെക്കുംപുറം എം.എൽ.എ. പറഞ്ഞു. എം.എൽ.എ. ഫണ്ടിന്റെ ഫലപ്രദമായ വിനിയോഗം, ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളുടെ ഏകോപനം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഓഫീസിലൂടെ ഏകോപിപ്പിക്കും. ജനങ്ങൾക്ക് 24 മണിക്കൂറും സേവനം ലഭ്യമാക്കുന്നതിനായി വെർച്വൽ ഓഫീസ് സംവിധാനവും ഒരുക്കുന്നുണ്ട്. ഇതിനായി തയ്യാറാക്കിയ എം.എൽ.എ. കണക്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ ഉദ്ഘാടനം അടുത്ത മാസം നടക്കും. ഓഫീസിലെത്താതെ തന്നെ വിവിധ ആവശ്യങ്ങളും പരാതികളും അറിയിക്കാനും സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാക്കാനും കഴിയുന്ന സംവിധാനമായിരിക്കും എം.എൽ.എ. കണക്ട് എന്നും ഷിബു തെക്കുംപുറം എം.എൽ.എ. കൂട്ടിച്ചേർത്തു. യോഗത്തിൽ എം.എൽ.എ. ഷിബു തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. യു.ഡി.എഫ് കൺവീനർ ബോബൻ ജേക്കബ് സ്വാഗതം ആശംസിച്ചു. കെ.പി.സി.സി അംഗം എ.ജി. ജോർജ്, യു.ഡി.എഫ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനക്കൻ, ബാബു ഏലിയാസ്, കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് എ.ടി. പൗലോസ്, മുസ്ലിം ലീഗ് നേതാക്കളായ ഇബ്രാഹിം കവല, പി.കെ. മൊയ്തു, പി.എം. സക്കറിയ, ജേക്കബ് ഗ്രൂപ്പ് നേതാക്കളായ ഇ.എം. മൈക്കിൾ, മാത്യു ജോസഫ്, മുൻ കെ.പി.സി.സി എക്സിക്യൂട്ടീവ് അംഗം കെ.പി. ബാബു, ഡി.സി.സി സെക്രട്ടറിമാരായ എം.എസ്. എൽദോസ്, അബു മൊയ്തീൻ, ആർ.എസ്.പി. നേതാവ് എ.സി. രാജശേഖരൻ, നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, വിവിധ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ, യു.ഡി.എഫ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കെ.സി.വി ന്യൂസ്.